വളരെ കാലിക പ്രസക്തിയേറിയ ഒരു വിഷയത്തിന്റെ വളരെ ദീർഘമേറിയ സംഭാഷണങ്ങൾക്കാണ് ഒരുപക്ഷെ ഇന്നിവിടെ നിങ്ങൾ തിരികൊളുത്താൻ വേണ്ടി പോകുന്നത്. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എല്ലാ വാർഡുകളിലേക്കും വായനശാലകൾ എത്തിക്കുകയും എല്ലാ ഇടങ്ങളിലേക്കും പുസ്തകങ്ങൾ എത്തിക്കുകയും അതിലൂടെ വായിച്ചു വളരുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. പുറത്ത് വലിയ മഴ പെയ്യുകയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എത്രയോ പുസ്തകങ്ങളിൽ, എത്രയോ നോവലുകളിൽ, എത്രയോ കവിതകളിൽ എത്രയോ ആർദ്രമായിട്ട് മഴ പെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിന്റെ ഈ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് പ്രളയമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് തകഴി ശിവശങ്കരപിള്ള ചേനപ്പറയിലും അവരുടെ ഒരു പട്ടിയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറുന്ന ഒരു വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സാഹചര്യത്തിൽ മനുഷ്യനും മൃഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദ്വന്ദ്ം എത്രമാത്രം മനോഹരമായിട്ടാണ് ആ കഥയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള വായനകളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് ചേർത്ത് പിടിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മിഷൻ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ വായിച്ചിട്ടുള്ള, അംബികാസുധം മാങ്ങാടി നെന്മഗജ പോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾക്ക് പ്രകൃതിയുടെ ആ ഭാവങ്ങൾ എത്രമാത്രം തീവ്രമായിട്ട് പ്രകൃതിയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും പുതിയ കാലത്തെ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളോടൊക്കെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു മനസ്സായിരിക്കും സ്വാഭാവികമായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ ചെയ്താൽ എന്നായിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കുക. നന്ദനാറിന്റെ ഉണ്ണിക്കുട്ടന്റെ ലോകത്തിൽ ഒരു ഉണ്ണിക്കുട്ടനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അവരെ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, എല്ലായ്പ്പോഴും സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ ആ കഥാപാത്രത്തെ കാണുന്നത്. അപ്പൊ അത്തരത്തിൽ എല്ലാ കാര്യത്തെ പറ്റിയും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളിലേക്ക് ഏത് രീതിയിലേക്കാണ് നമ്മൾക്ക് മൂല്യങ്ങൾ ചേർക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് നമ്മൾ കാണണം. സന്തോഷ് ചേച്ചിക്കാരത്തിന്റെ ബിരിയാണി വായിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ബഷീറിന്റെ വിശപ്പ് വായിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വലിച്ചു വാരി കളയരുത് എന്ന് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ ബിരിയാണി എന്ന് പറയുന്ന കഥയുടെ അവസാനത്ത് ബസുമതി എന്ന് പറയുന്ന തന്റെ മകളെ വിളിച്ചുകൊണ്ട് വിലാപത്തോടു കൂടി കരയുന്ന ഒരു മൈഗ്രന്റ് വർക്കറിനെ നമ്മൾ കാണുന്നു. അപ്പൊ അങ്ങനെ പുസ്തകങ്ങളിലൂടെ കടത്തി വീഴേണ്ടുന്ന മൂല്യത്തെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ കാലത്ത് സ്ക്രീൻ ടൈമിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വ്യാകുലതപ്പെടുന്ന, ഡിജിറ്റൽ എക്സ്പോഷർ വളരെ കൂടുതലായി നിൽക്കുന്ന ഒരു സമയത്ത് പുസ്തകങ്ങളിലേക്കുള്ള ആ യാത്ര തീർച്ചയായിട്ടും കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഒക്കെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വളരെ സജീവമായിട്ടുള്ള പുസ്തക ചർച്ചകൾ നടത്തുന്ന ഇടങ്ങളായി നമുക്ക് വായനശാലകളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടങ്ങളിൽ പുസ്തകങ്ങളെ പറ്റിയിട്ടും അതിലെ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുമുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ഒരു ജപ്പാനീസ് പദമുണ്ട്, സുണ്ടോക്കു എന്നാണ് ആ പദം. സുണ്ടോക്കു എന്ന് പറയുന്ന ജപ്പാനീസ് പദം ഒരുപക്ഷെ ഈ പദം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയാറുണ്ട്. സുണ്ടോക്കു എന്ന് പറയുന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം പുസ്തകങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും പിൻകാലത്ത് എപ്പോഴെങ്കിലും വായിക്കാം എന്നുള്ള തോന്നലിൽ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറി ഇങ്ങനെ വാങ്ങി വെക്കുന്ന ഒരു ശീലത്തെയാണ് സുണ്ടോക്കു എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പറയാൻ കാരണം വായനയിലേക്ക് കുട്ടികളെ, സമൂഹത്തെ തിരിച്ചു പിടിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ മാത്രം കാര്യമില്ല, അത് വായിക്കപ്പെടണം എന്ന് പറയുന്ന തോന്നൽ അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ കടന്നു പോകുന്ന സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി അവിടെ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം കേൾക്കാനിടയ ഒരു സാഹചര്യമുണ്ട്. അത്ഭുതത്തോടു കൂടി ആ ട്രെയിൻ കമ്പാർട്ട്മെന്റ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്ന ഒരു 4 വയസ്സുകാരി കുട്ടിയെ നോക്കുകയാണ്. അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടി പുസ്തകം വായിക്കുകയാണ്. ഒരു കുട്ടി ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിന്റെ യാത്രയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമുള്ള കാര്യമൊന്നും. പക്ഷെ ഒരു യാത്രക്കിടയിൽ ഒരാൾ പുസ്തകം വായിക്കുന്നത് കണ്ടാൽ അത് അത്ഭുതമായി തോന്നുന്ന ഒരു കാലഘട്ടം നമ്മൾക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് തീർച്ചയായിട്ടും സ്വയം ആലോചിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും അതിലേക്കുള്ള നമ്മളുടെ നാടിനെ വീണ്ടും വായനയിലേക്ക് ചേർത്ത് പിടിക്കുന്ന, സജീവമായിട്ടുള്ള പുസ്തക ചർച്ചകളിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഇടമായിട്ട് ഈ ഒരു ദൗത്യം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.